Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ അധ്യക്ഷൻ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഖുർആനെ പറ്റിയാണ്. ഗ്രന്ഥത്തിൽ ശ്രേഷ്ഠതയുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനുമാണ്. ആ ഖുർആൻ ഒരു അക്ഷരം നാം ഓതിയാൽ 10 പ്രതിഫലമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നാം ഹിഫ്ളാക്കിയാൽ നാം എത്ര പ്രതിഫലം കിട്ടും? ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുൻ ആലിമൻ, നീ ഒരു ആലിമാവാ, ഔ മുതഅല്ലിമൻ, നീ ഒരു മുതഅല്ലിമാവാ, ഔ മുസ്തമിഅൻ, നീ അത് കേട്ടിരിക്കുന്നവനാവാ, ഔ മുഹിബ്ബൻ, അത് സ്നേഹിക്കുന്നവനാവാ, ഫലാ തകുൻ ഖാമിസ, നീ അഞ്ചാമനായി പോകരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. റോമയിൽ ഒരു ഹാഫിള് ഉണ്ടായിരുന്നു. അബ്ദുർറഹീം ഇബ്നു അബ്ദുർറഹീം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നല്ല മാധുര്യത്തോടെ ഖുർആൻ ഓതുന്ന, ഖുർആനിന്റെ എവിടെ നിന്നും ചോദിച്ചാലും കിട്ടുന്ന ഒരു ഹാഫിളായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു ക്രിസ്ത്യൻ പെണ്ണ് വരികയാണ്. ഹാഫിളിന് നല്ലോണം ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ചെന്ന് ചോദിക്കുകയാണ്, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവിടുന്ന് പറയുകയാണ്, നീ ക്രിസ്ത്യനാവണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഹാഫിൾ ക്രിസ്ത്യനാവുകയാണ്. അങ്ങനെ കാലം